പ്രൈസ് ലോർഡ്. ഗ്രൂപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചിന്താവിഷയം നെഹമ്യാവിൻ്റെ ചരിത്രമാണ്. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു പുസ്തകമാണ് നെഹമ്യാവ്. ശൂഷൻ രാജധാനിയിൽ നെഹമ്യാവ് ഒരു നല്ലൊരു പൊസിഷനിലായിരുന്നു. അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായി ഒരു പൊസിഷനിലിരിക്കുന്ന സമയത്ത് ചില അവൻ്റെ സഹോദരനും യഹൂദന്മാരിൽ ചിലരും അവനെ കാണുവാൻ വേണ്ടി ശൂഷൻ രാജധാനിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. നമ്മൾക്കറിയാം ദൈവമക്കളെ, നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മുടെ ബന്ധുക്കളോ സഹോദരങ്ങളോ എവിടുന്നേലും കാണുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എല്ലാ അവിടുത്തെ സുഖവും സന്തോഷവും ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും. ലോകവിവരങ്ങളും ഇതൊക്കെയായിരിക്കും നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ തൻ്റെ സഹോദരനും യഹൂദന്മാരിൽ ചിലരും നെഹമ്യാവിനെ അവിടെ കാണുവാൻ കടന്നു വന്നപ്പം നെഹമ്യാവിൻ്റെ ഒരു കൺസേൺ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ യെരുശലേമിൻ്റെ കാര്യങ്ങളും യഹൂദന്മാരെ കുറിച്ചായിരുന്നു അവൻ്റെ കൺസേൺസ്. അവൻ വേറെ ഒന്നും ചോദിക്കാതെ അവൻ്റെ സഹോദരനോടും കടന്നു വന്ന ജനത്തോടും ചോദിക്കുവാനിടയായിത്തത് യെരുശലേമിൻ്റെ അവസ്ഥകളെ പറ്റിയൊക്കെ. അപ്പോൾ ആ കടന്നു വന്ന ജനങ്ങൾ അത്ര ശുഭകരമായ ഒരു കാര്യമല്ല നെഹമ്യാവിനോട് പറയുവാനിടയായി തീർന്നത്. അവർ പറയുവാനിടയായി തീർന്നു, യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും നശിച്ചും ഇരിക്കുന്നെന്ന് കേട്ടപ്പോൾ നെഹമ്യാവിന് വളരെ ദുഃഖമുണ്ടാകുവാനിടയായി തീർന്നു. അവൻ്റെ ജീവിതത്തിൽ അവനത് സഹിക്കുവാൻ കഴിയാത്തൊരു പ്രയാസമായി തീർന്നു. നെഹമ്യാവ് അത് കേട്ടപ്പോൾ അവനത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അവൻ ദൈവസന്നിധിയിൽ അവൻ സങ്കടത്തോടെ കർത്താവിന് പാദപീഠത്തിൽ ഇരിക്കുവാനിടയായി. നമുക്കിതിൻ്റെ അകത്ത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു, കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു. ഈ 4 വിഷയങ്ങൾ എന്നെ വളരെയധികം ടച്ച് ചെയ്യുവാനിടയായി തീർന്നു. അവനെ നോക്കുമ്പോൾ വളരെ ഒരു കംഫർട്ട് സോണിലാണ്, വലിയൊരു പൊസിഷനിലിരുന്നൊരു വ്യക്തിയാണ്. എങ്കിൽ അവൻ ഒരിക്കലും അവൻ്റെ സേഫ് സൈഡ് അല്ലെങ്കിൽ അവൻ്റെ ഒരു കംഫർട്ട് സോൺ മാത്രം അവന് ചിന്തിച്ചാൽ മതിയായിരുന്നെങ്കിൽ തൻ്റെ ജനം നശിച്ചു പോയതും ആ യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞതും അതിൻ്റെ വാതിലുകൾ ചുട്ടും നശിച്ചു പോയതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ്റെ സേഫ് സൈഡ് അല്ല നോക്കുവാനിടയായി തീർന്നത്. ആ ജനങ്ങളെപ്പറ്റി വളരെയധികം ഒരു കൺസേൺ അവൻ്റെ ജീവിതത്തിലുണ്ടായി അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനിടയായി തീർന്നത് നമുക്ക് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നത്തെ കാലയളവിൽ നമ്മൾ നോക്കുമ്പം നമുക്കറിയാം ഒരു മതിലിനെ പറ്റി. എന്തിനാണ് ഒരു മതിൽ ആക്ച്വലി, ഇല്ലെങ്കിൽ ഒരു വാതിലുകൾ എന്തിനാണ്? എപ്പോഴും ഒരു സെക്യൂരിറ്റിയാണ് അതിനെ, അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ അകത്തോട്ട് വരാതിരിക്കുവാൻ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു പോകാതിരിക്കാൻ, ഇല്ലെങ്കിൽ മൃഗങ്ങളോ ഏത് രീതിയിലും നമുക്കതിനെ എടുക്കാം. ഒരു പ്രൊട്ടക്ഷനാണല്ലേ. അതാണ് അവിടെ നശിക്കുവാനിടയായിത്തീർന്നത്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവമക്കളെ നിങ്ങളോട് പറയുവാനുള്ളത്, ഇന്നത്തെ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ സേഫ് സോണിലാണ്, നമ്മൾ വളരെ സെക്യൂറാണ്, നമുക്ക് ജോലിയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, കുഞ്ഞുങ്ങൾ, എല്ലാം നമുക്ക് സമ്പത്ത്, എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോലെ എത്രയോ ജനങ്ങൾ എനിക്ക് എന്നെപ്പറ്റി എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ദൈവസഭകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോരം പെർസിക്യൂഷൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ദൈവസഭകൾ, പല ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, എത്രയോ ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. യെരമ്യാവ് യെരുശലേമിൻ്റെ മതിലിനെ പറ്റി ചിന്തിച്ചതുപോലെ നമ്മൾക്ക് ഇന്ന് ചിന്തിക്കുവാനുള്ള നമ്മുടെ മതിലുകൾ, ഇന്ന് നമ്മളുടെ മുമ്പിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ, കഷ്ടത അനുഭവിക്കുന്ന ദൈവസഭകൾ, ദൈവദാസന്മാർ, ഇവരെ പറ്റിയൊക്കെ നമ്മൾ നോക്കുകയും അവരെ പറ്റിയൊക്കെ ചിന്തിച്ച് അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഒരു മതിലാണ് ഈ ദിവസങ്ങളെ, ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഈ ദിവസങ്ങളെ ബിൽഡപ്പ് ചെയ്യാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു ഇൻ്റർസെഷൻ പ്രെയറാണ് നെഹമ്യാവ് അവിടെ ചെയ്യുവാനിടയായത്. അതിനുവേണ്ടി അവന് ദൈവസ്ഥനിലൊന്ന് ഇരുന്നു. വലിയ ഹൈഫൈ ലെവലുള്ള ചേറയിലൊക്കെ ആയിരുന്നായിരിക്കും അവൻ ഒരു രാജസ്ഥാനത്ത് ആണല്ലോ അവൻ്റെ ആ പൊസിഷൻ. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് അവൻ്റെ സ്ഥാനമാനവും പദവിയൊക്കെ അവനൊന്ന് വിട്ട് അവനൊന്ന് നിലത്ത് താഴ്ത്തി അവനെ തന്നെ അവൻ്റെ മനോഭാവമൊക്കെ ഒന്ന് മാറ്റി ദൈവസ്ഥലിൽ താഴ്ത്തി ഒന്ന് ഇരിക്കുവാനും കരയുവാനും ദുഃഖിക്കുവാനും ഉപവസിക്കുവാനും ഇടയായിത്തീർന്നു. ഇന്ന് എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ എന്നെ ദൈവം ചിന്തിപ്പിച്ച ഈ വിഷയം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ഇപ്രകാരം
എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു ഇൻ്റർസെഷൻ പ്രെയറിനെ പറ്റി അത് നടത്തണം. വളരെയധികം എൻ്റെ ഹൃദയത്തിലേക്ക് ചില നാളുകളായിട്ട് ഇങ്ങനെ എന്നെ ടച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ആഗ്രഹം എൻ്റെ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് എനിക്ക് വേണ്ടി അതിന് വളരെയധികം കൈത്താങ്ങൽ തരുവാനിടയായി തീർന്നു. ഏകദേശം ഒരു 28ഓളം പേര് അതിനുവേണ്ടി സമയങ്ങളെ, അവരുടെ വിലപ്പെട്ട സമയങ്ങൾ അരമണിക്കൂർ അവർ അതിനുവേണ്ടി വേർതിരിച്ച് അതിൻ്റെ അകത്തിട്ട ഓരോ പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും സഹകരിക്കുവാനും ഇടയായി തീർന്നു. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഈ അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവരുടെ ഗ്യാപ്പ് ആ ഗ്യാപ്പിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ് എൻ്റെ ദൈവമക്കളെ, ഇന്ന് അതൊക്കെയും ദൈവം നമ്മൾക്ക് വേണ്ടി അവിടുത്തെ പുസ്തകത്തിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഇതിനൊക്കെയും പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം ഇരിക്കാതെ നമ്മുടെ ചുറ്റുപാട് നശിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ സഭകൾക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന തകർച്ചകൾ, നമ്മുടെ ദൈവദാസന്മാർക്ക്, നമ്മുടെ ദൈവമക്കൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ, മിനിസ്ട്രികൾക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന തകർച്ചകളെ നോക്കുമ്പോൾ അതിനുവേണ്ടി വെക്കുമെന്ന് നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായെങ്കിൽ ഏറിയ പ്രതിഫലങ്ങളെ ദൈവം തന്ന്, അത് യോബ് തൻ്റെ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതിക്ക് മാറ്റം വരുത്തും. നമ്മൾ അവർക്ക് വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, പക്ഷെ നമ്മുടെ വിഷയങ്ങൾക്കായിരിക്കും വിടുതൽ, നമ്മുടെ ജീവിതത്തിലായിരിക്കും നമ്മൾ അതിൻ്റെ സക്സസ് കാണുവാനിടയായി തീർന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവമക്കളെ, നിങ്ങളതിൻ്റെ അകത്ത് സഹകരിച്ചതിനും ഇത്രയും പേര് വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവം നമ്മൾക്ക് തരുന്ന സമയങ്ങളൊക്കെ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കും. അനേകരുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മുടേതെന്ന് എടുത്തുകൊണ്ട് നെഹമ്യാവിനെ പോലെ ആ മതിൽ പണിയുവാനിട അവൻ അതിനുവേണ്ടി എടുത്ത ഉത്തരവാദിത്വം പോലെ അനേകരുടെ വിഷയങ്ങളെ, ഭാരങ്ങളെ എൻ്റേതെന്ന് എടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കരയാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവം, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിൽ എല്ലാ ദൈവമക്കളും കർത്താവേ ഹല്ലേലൂയ അനേക വിഷയങ്ങളെ കർത്താവേ ഹല്ലേലൂയ ഗ്രൂപ്പിലിട്ട ഓരോ വിഷയങ്ങളെ ഏറ്റെടുത്ത് കർത്താവേ ഹല്ലേലൂയ ഇന്ത്യക്ക് വേണ്ടി, UK റിവൈവലിന് വേണ്ടി, ഇന്ത്യയുടെ ഓരോ 28 സ്റ്റേറ്റുകൾക്ക് വേണ്ടി, അങ്ങനെ ഓരോരുത്തരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അതിൻ്റെ അകത്ത് ഷെയർ ചെയ്ത ഓരോ വിഷയങ്ങൾ അവരുടെ വിഷയമായിട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച ദൈവമേ, ദൈവമക്കൾ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദിവസങ്ങൾ ഏറിയ പ്രതിഫലങ്ങളെ കൊടുത്ത് സ്വർഗം അവരെ മാനിക്കുമാറങ്ങണമേ. വരും ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ കർത്താവേ ഒരു വലിയ ഉണർവിൻ്റെ ദിവസങ്ങളായി, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി എൻ്റെ കർത്താവ് തീർക്കുമാറങ്ങണമേ. വീണ്ടും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ കർത്താവേ നെഹമ്യാവിനെ പോലെ ദേശത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നശിക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി നിന്നുകൊണ്ട് അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒഴുക്കുമാറണമേ എന്നടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ നാഥാ. God bless you all. Amen.